ചില്ലിസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു മിക്സ്ഡ് വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 5 കുരുമുളക്, 1 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതേപോലെ ഒരു തക്കോലം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇത് പച്ചമുളക് അധികം എരിയില്ലാത്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചെറിയ സവോള ആണെങ്കിൽ 2 എണ്ണം എടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഭയങ്കര ബ്രൗൺ ഷെയ്ഡ് ആവണ്ട, ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾ മസാലയ്ക്ക് അത്യാവശ്യം എരിവുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. എപ്പോഴും മുളക് പൊടിയുടെ അളവ് കുറവും വെജിറ്റബിൾ മസാല കുറച്ച് അധികം എടുക്കാൻ നോക്കാം. അപ്പോൾ എരിവ് കൂടെയില്ല, അതേസമയം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കറിക്ക് കിട്ടും. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 1 കപ്പ് ഉരുളക്കിഴങ്ങ്, അതേപോലെ 1 കപ്പ് കോളിഫ്ലവർ, 1/2 കപ്പ് വേവിച്ച ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും സ്റ്റീം ചെയ്ത് എടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മല്ലിയില, 1/2 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക. അതായത് 250 ml കപ്പിൽ 1 കപ്പ് നാളികേരപ്പാൽ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അര കപ്പ് വെച്ചിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ ഇത് നാളികേരപ്പാൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റീം ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അതൊരു പേസ്റ്റ് പോലെയായിട്ട് മാറും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അതേപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല, പകരം ആഡ് ചെയ്യണത് ലെമൺ ജ്യൂസ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വരെ ചേർക്കാം, പക്ഷെ പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ചപ്പാത്തിക്ക് പറ്റിയ അടിപൊളി ടേസ്റ്റിലൊരു മിക്സ്ഡ് വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്